PDT ആചാരി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപകമായ ചർച്ച നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ പ്രതിപക്ഷം അനാവശ്യമായി വോട്ട് ചോരി പോലെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് രാജ്യത്തെ തന്നെ ഈ വോട്ടർമാരെ അപമാനിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ അത്രയും നമ്മുടെ നാട്ടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയെ അതിന് ഇളക്കം തട്ടിച്ചിട്ടുണ്ടോ? അത് ചോദ്യമുനയിലാണോ ഇപ്പോഴുള്ളത് താങ്കളുടെ നിരീക്ഷണത്തിൽ? തീർച്ചയായിട്ടും എന്ന് പറയേണ്ടി വരും. ഇലക്ഷൻ കമ്മീഷൻ ഒരുപക്ഷെ അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. കാരണം ഈ രീതിയിൽ ഒരു അറ്റാക്ക് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഭരണഘടനയുടെ 324 വകുപ്പ് അനുസരിച്ച് ഒരുപാട് അധികാരങ്ങൾ ഉള്ള ഒരു ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 അനുസരിച്ച് ധാരാളം അധികാരങ്ങൾ അതിനുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്വയം പേടിക്കുകയും മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന എന്തോ ഒരു ദിവ്യമായ എന്തോ ഒരു സ്ഥാപനമാണെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തൊരു ബോഡി എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ആ ഒരു ബോഡിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങൾ പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോ ഈ ക്രമക്കേടുകൾ ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു സാമ്പിൾ കേസായിട്ട് എടുത്ത് അത് വളരെ ഗാഢമായി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പല ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇലക്ടറൽ ലിസ്റ്റിലെ പേര് ചേർക്കുക എന്ന് പറയുന്നത് അത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് ചില നിയമങ്ങളുണ്ട്, ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെയുണ്ട്. പേര് ചേർക്കുന്നതിന് അർഹതയുണ്ട്, ഒരു ക്വാളിഫിക്കേഷനുണ്ട്. ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളത് അങ്ങനെ തന്നെ. പക്ഷേ ഈ ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട് നമ്മുടെ ഈ നിയമത്തിൽ. ഓർഡിനറിലി റെസിഡന്റ്. ഈ ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സുപ്രീം കോടതി പല കേസുകളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു കേസ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു കേസാണ്. ആ കേസിൽ അസാം ഹൈക്കോടതി പറഞ്ഞ ഒരു വിധിന്യായം, അപ്പൊ അതിലാണ് ഹൈക്കോടതിയാണ് വാസ്തവത്തിൽ ആ കേസിൽ അത് വിശദീകരിച്ചിട്ടുള്ളത്. അതായത് അതിലൊരു പെർമനൻസി ഉണ്ട്. അതായത് ഒരാളൊരു സ്ഥലത്ത് താമസിക്കുന്നത് അത് പെർമനന്റ് ആയ ഒരു താമസം എന്നുള്ളൊരു കൺസെപ്റ്റാണത്. അസാമിലെ ഹൈക്കോടതി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് അതേപടി തന്നെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ആ കേസ് വന്നപ്പോൾ 2000 ആ കേസ് വന്നപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പെർമനന്റ് റെസിഡൻസ് എന്നുള്ളതാണ് ഈ ഓർഡിനറി റെസിഡന്റ് എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണോ? അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒരാളെ വോട്ടിംഗ് ലിസ്റ്റ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണോ ഒരു അഡ്രസ്സിൽ 80 പേരെ ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു അഡ്രസ്സിൽ 40 പേരെ ചേർത്തിരിക്കുന്നത്? എന്ത് സ്ക്രൂട്ടിനിയാണ് ഈ ഇലക്ടറൽ ഓഫീസേഴ്സ് ചെയ്തിരിക്കുന്നത്? ഇലക്ടറൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടർ ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഡയറക്ഷനിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. PDT ആചാരി സാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഇവിടെ രാഹുൽ ഗാന്ധി 6 മാസം കൊണ്ട് ഗൃഹപാഠം നടത്തി, പരിശോധനകൾ നടത്തി, അന്വേഷണങ്ങൾ നടത്തി, അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചില വിവരങ്ങൾ പുറത്തുവിടുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരൂ എന്നാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക നൽകാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല.
അതേസമയം 6 മാസം കൊണ്ട് ഗൃഹപാഠം നടത്തി അന്വേഷണം നടത്തി രാഹുൽ ഗാന്ധി വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ 6 ദിവസം കൊണ്ട് 6 മണ്ഡലങ്ങളിലെ ഈ വോട്ടിങ്ങിന്റെ കണക്കുകൾ പുറത്തുവിടുകയാണ് അനുരാഗ് ഠാക്കൂർ. അവിടെ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുള്ള കളികളാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്ന്. അതിനെ സാധൂകരിക്കുന്നതാണോ ഈ സംഭവങ്ങളൊക്കെ ആചാര്യ സാർ? അതങ്ങനെ ഒരു സംശയം തോന്നാം. കാരണം ഈ BJPയുടെ ഒരു മെമ്പർ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തുകയും അപ്പൊ അതിലൊക്കെ ആ ഇലക്ടറൽ ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കണമല്ലോ. രാഹുൽ ഗാന്ധിക്ക് 6 മാസത്തിൽ കൂടുതൽ എടുക്കേണ്ടി വന്നു ഇതിലൂടെ ഒന്ന് ഇത് ഇലക്ടറൽ ലിസ്റ്റിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ. അപ്പൊ ഇത് പെട്ടെന്ന് വരുമ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു ഒരു കാര്യത്തിനെ കുറിച്ചൊരു വിശദീകരണം ആവശ്യമാണ്. ഈ രാഹുൽ ഗാന്ധിയോട് ഈ തെളിവ് അഫിഡവിറ്റിൽ കൊടുക്കാൻ പറഞ്ഞ ഒരു കാര്യം, അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റായ ഒരു നടപടിക്രമമാണ്. അത് ഈ ഇലക്ടറൽ ഓഫീസേഴ്സിന് ഒരുപക്ഷെ നിയമം അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് അവർ നീങ്ങിയത്. കാരണം ആ ഒരു നടപടിക്രമം നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലാണ് ഈ മാതിരി കാര്യങ്ങൾ. ഇപ്പൊ ഏതെങ്കിലും ഒരാളിന്റെ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ അത് കോൺട്രവേഴ്ഷ്യൽ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനും അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവ് നൽകാനും സാധിക്കുന്ന ഒരു പ്രൊവിഷനാണ് അത് നിയമത്തിലുണ്ടത്. പക്ഷെ അത് ആ ഒരു സ്റ്റേജിലാണ്. ഇതിപ്പോ അതല്ലല്ലോ. അതും കഴിഞ്ഞു, ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യപ്പെട്ടു, അതിനുശേഷം ഇലക്ഷൻ നടന്നു, അതിനുശേഷം 15-16 മാസങ്ങൾക്ക് ശേഷമാണല്ലോ രാഹുൽ ഗാന്ധി ഈ ഒരു ഡിസ്ക്ലോഷറുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് ആ നിയമം അവർ കോട്ട് ചെയ്യുന്നത് തികച്ചും അബദ്ധമാണ്. ആ നിയമമല്ല. പക്ഷെ ഒരു പൗരന് ഇലക്ടറൽ ലിസ്റ്റ് ഏത് സമയത്തും പരിശോധിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു തർക്കവുമില്ല. അല്ല, ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അതിന് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷനാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്ന ആ ഒരു അനുച്ഛേദം, അപ്പൊ അതിന് വലിയ വ്യാപകമായ ഒരു വലിയ ഡയമെൻഷനുള്ള ഒരു അനുച്ഛേദമാണെന്നാണ് പറയപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ തന്നെ വിധികളിലൊക്കെ ഉണ്ട്. പക്ഷേ റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാ പറയുന്നത്. റിസർവോയർ ഓഫ് പവേഴ്സ് നമ്മുടെ കൃഷ്ണയ്യരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മഹീന്ദർ സിംഗ് ഗില്ലിന്റെ ഒരു കേസിൽ 1978. പക്ഷേ അധികാരങ്ങള് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ ആ ബോഡിക്ക്, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് യഥേഷ്ടം ആ അധികാരം ഉപയോഗിക്കാൻ ഉള്ള ഒരു അധികാരമില്ല. അതാണ് നമ്മുടെ ഈ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു അമിതമായ അനിയന്ത്രിതമായ ഒരു അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഈ അൺട്രാമൽഡ് പവേഴ്സ് എന്ന് പറയുന്നത് ആ രീതിയിലൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പവേഴ്സ്, ഈ അധികാരങ്ങൾ കിട്ടുമ്പോൾ ആ അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് തികച്ചും നീതിയുക്തമായിട്ടും, അപ്പൊ അതിനൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ഇലക്ഷൻ കമ്മീഷന്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ എന്ന് പറയുന്നത് തികച്ചും ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ചുമതലയാണ്. അപ്പൊ അതില് ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അത് പിന്നീടാണെങ്കിലും ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുകയും എക്സാമിൻ ചെയ്യുകയും അത് ശരിയാണോ അല്ലെങ്കിൽ ശരിയല്ല എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് ഈ 324 ഒരു ഭാഗമാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അല്ല, 324 എന്ന് പറഞ്ഞാൽ അധികാരങ്ങൾ കൊടുക്കുക എന്ന് മാത്രമല്ല, ആ അധികാരങ്ങളോട് കൂടി തന്നെ ചില ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഭരണഘടനാ സ്ഥാപനത്തിന്. ആ ഒബ്ലിഗേഷൻ അനുസരിച്ച് അവർക്ക് അത് പരിശോധിക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നുള്ളതാണ് ഈ 324 കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. ശരി.